ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റഷ്വികാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനതിൽ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഒരു റെസിപ്പി കണ്ടായിരുന്നു കേട്ടോ, വഴുതനങ്ങ വെച്ചിട്ട്. ഞാനതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവർ ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ഓഫ് വഴുതനങ്ങ കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വഴുതനങ്ങയിൽ നമുക്ക് ആ മസാല ഇട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വഴുതന കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിലൊന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ മീനിലും മുളക് തേക്കുമ്പോൾ വരഞ്ഞു കൊടുക്കില്ല, അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക്, വെളുത്തുള്ളി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റായി അരക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഈ മസാല വഴുതനങ്ങയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത് നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത്തിരി ഹൈ ഫ്ലെയിമൊക്കെ ആകുമ്പോഴേ മസാല കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് മറിച്ചിടുന്ന സമയത്ത് കുറച്ച് മസാല കൂടി അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 2 ട്രിപ്പ് നമുക്കിത് മറിച്ചിട്ടിട്ട് നമുക്ക് ഈ മസാല തേച്ച് കൊടുക്കാം. ഒരു 3/4 വേവ് ആവുന്ന സമയത്ത് ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഈ മസാല ഒന്നും കൂടി തേച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടോ. ഇത് തന്നെ മതി കേട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു ദിവസം ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പിന്നെ